തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ തിരുപ്പോനം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മരണം. 5 പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കസ്റ്റഡി മരണമാണിത്. കാരണം ശിവഗംഗയിലെ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അജിത് കുമാറാണ് തിരുപ്പുവനം പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിൽ വെച്ച് മരിച്ചത്. തമിഴ്നാട് ഹൈക്കോടതിയിലെ ഇത് സംബന്ധിച്ച് നിരവധി പരാതികളെത്തി. ഹൈക്കോടതി അത് പരിഗണിച്ചു. അതിനുശേഷം അതേപ്പറ്റി അന്വേഷണം നടത്താൻ അവിടുത്തെ മധുര 4ാം ജില്ലാ ജഡ്ജിയുടെ അടുത്ത് ആവശ്യപ്പെട്ടു. അദ്ദേഹം പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഈ കേസിൻ്റെ തുടക്കം ഈ ജൂലൈ 27-നാണ്. അവിടെ ശിവഗംഗ തിരുപ്പുവനം സ്വദേശി അജിത് കുമാറാണ് കൊല്ലപ്പെട്ടത്. പോലീസ് കസ്റ്റഡി തന്നെ മരിച്ചു. അജിത്തിൻ്റെ തലയിലും കഴുത്തിലും പല സ്ഥലത്തും മുറിവുകളും ഉണ്ടായി, ചതവുകളും ഉണ്ടായി. ആ ഒരു കാര്യത്തെപ്പറ്റി ഹൈക്കോടതി പറഞ്ഞത് ശരീരത്തിൽ ഒരു സ്ഥലവുമില്ല ഇനി പരിക്കേൽക്കാതെ. അത്ര ക്രൂരമായ രീതിയിലാണ് പോലീസ് അജിത് കുമാർ എന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചത്. ഇവിടെ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം ആണ് അതിശക്തമായ നടപടിയിലേക്ക് പോലീസ് നീങ്ങിയത്. കസ്റ്റഡി മരണം അറിഞ്ഞുടൻ തന്നെ ഇതേപ്പറ്റി മുഖം രക്ഷിക്കാൻ സ്റ്റാലിൻ ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ഉത്തരവിട്ടു. അണ്ണാ DMK നിരവധി പരാതികൾ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. സ്റ്റാലിനെതിരായിട്ട് അതിശക്തമായ നീക്കം തമിഴ്നാട്ടിൽ നടക്കുന്നു. അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. അവിടുത്തെ പോലീസ് സൂപ്രണ്ട് ആശിഷ് റാവത്തിനെ അവിടെ സ്ഥലം മാറ്റി. മദനപുരം ഭദ്രകാളി അമ്മൻ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനാണ് അജിത് കുമാർ. ക്ഷേത്രത്തിന്റെ സമീപം ധാരാളം കാറുകൾ വരും. പാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ ക്ഷേത്രത്തിന് സമീപം കാർ പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ത്രീ വന്നു. കാറിന്റെ കീ ക്ഷേത്ര ജീവനക്കാരനെ ഏൽപ്പിച്ചു. അതിൽ തിരിച്ച് ഒരു കാറ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം കാറിനകത്തുണ്ടായിരുന്ന അവരുടെ ബാഗ് കാണാനില്ല. 10 പവന്റെ സ്വർണ്ണാഭരണം അതിൻ്റെ അകത്തുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു പരാതി തിരുപ്പുവനം പോലീസ് സ്റ്റേഷനിൽ ആ സ്ത്രീ കൊടുത്തു. പോലീസ് പരാതി അന്വേഷിച്ചു. 27-ാം തീയതി അജിത് കുമാറിനെ സെക്യൂരിറ്റി ജീവനക്കാരനെ വിളിച്ചു ചോദ്യം ചെയ്തു. അയാളുടെ കയ്യിലാണ് അവർ കാറിൻ്റെ കീ കൊടുത്ത്. അയാളാണ് കാറ് കൊണ്ടുപോയി പൂട്ടി മാറ്റിയിട്ടത്. തിരിച്ച് അവർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നപ്പം കാറിൻ്റെ കീ അയാളിൽ നിന്ന് വാങ്ങിച്ചു. കാറുമായിട്ട് അവർ പോയി. കാറിൽ തുറന്നു നോക്കിയപ്പം കാറിനകത്ത് അവർ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കാണാനില്ല. അതുകൊണ്ടാണ് അവർ തിരുപ്പുവനം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. 27/6/2025 തന്നെ പരാതി കൊടുത്തപ്പം തന്നെ ക്ഷേത്ര ജീവനക്കാരനെ അജിത് കുമാറിനെ വിളിച്ച് പ്രാഥമികമായി ചോദ്യം ചെയ്ത് വിട്ടു. അതിനുശേഷം 28-ന് അയാളെ കസ്റ്റഡി എടുക്കുകയായിരുന്നു. മനന്തുരൈ DYSP ആണ് തിരുപ്പുവനം പോലീസ് സ്റ്റേഷൻ്റെ അധികാരി. DYSPയുടെ അവിടെ ഒരു സ്പെഷ്യൽ സ്ക്വാഡുണ്ട് ഇങ്ങനെയുള്ള കേസുകൾ ചോദ്യം ചെയ്യാനായിട്ട്. ആ സ്ക്വാഡിനെ വിത്ത് കിട്ടണമെന്ന് തിരുപ്പുവനം SHO ആവശ്യപ്പെട്ടതനുസരിച്ച് മനന്തുരൈ DYSP അത് വിട്ടുകൊടുത്തു. അവിടുത്തെ സ്പെഷ്യൽ സെല്ല് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതുപോലുള്ള കേസുകൾ പെട്ടെന്ന് തെളിയിക്കുന്നത്. അതുകൊണ്ട് അവരെ വിട്ടുകൊടുത്തു. ശിവഗംഗ SP-യുടെ നിർദ്ദേശം കൂടെ വാങ്ങിച്ച ശേഷമാണ് മനന്തുരൈ DYSP അത് ആ പോലീസ് ഉദ്യോഗസ്ഥരെ എക്സ്പെർട്ടുകളെ വിട്ടുകൊടുത്തത്. ഏതായാലും DYSP ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശിവഗംഗ SP-യെ സ്ഥലം മാറ്റി കഴിഞ്ഞു. അവർ 28-ാം തീയതി ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്തു. 27 പ്രാഥമിക ചോദ്യം കഴിഞ്ഞ് വിട്ടിരുന്നു. 28 ഇയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം ഇയാൾക്ക് ഭീകരമായ മർദ്ദനമേറ്റു. അയാൾ കുറ്റമൊന്നും സമ്മതിച്ചില്ല. അതിനുശേഷം അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇയാളെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ ട്രീറ്റ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്തു. ഡോക്ടർക്ക് മനസ്സിലായി ഇയാൾ അപകടത്തിലേക്ക് നീങ്ങുകയാണ് ഈ പ്രതി. ഡോക്ടർ പറഞ്ഞ് ഇത് ഇവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഓട്ടോറിക്ഷയിലാണ് അയാൾ അവിടെ കൊണ്ടുപോയത്. ഉടൻ തന്നെ അവിടുത്തെ മനന്തുരൈ DYSPയുടെ അവിടുത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് അജിത് കുമാറിനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ബ്രോഡ് ഡെഡ് മരിച്ച് കഴിഞ്ഞിരിക്കുന്നു.
ഇപ്പം മധുര രാജാജി ഹോസ്പിറ്റലിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടാണ്. അപ്പം തന്നെ മധുര കോടതികളിലും മദ്രാസ് ഹൈക്കോടതിയിലും പരാതികൾ ധാരാളം ചെന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം മധുരയിലെ ജില്ലയിലെ 4ാം ജഡ്ജി അതേപ്പറ്റി ഒരു പ്രാഥമിക അന്വേഷണം തയ്യാറാക്കാൻ പറഞ്ഞു. അതുകൂടാതെ മദ്രാസ് ഹൈക്കോടതിയിലെ അണ്ണാ DMKയുടെ ആൾക്കാർ ധാരാളം പരാതികൾ മെമ്പേഴ്സ് കൊടുത്തിരിക്കുന്നു. ഏതായാലും കോടതിക്ക് ഇത് തള്ളിക്കളയാൻ കഴിയില്ല. കൃത്യമായ രീതിയിൽ കോടതി ജില്ലാ ജഡ്ജിയുടെ നിന്ന് പ്രാഥമിക റിപ്പോർട്ട് വാങ്ങിച്ചു. അതിനുശേഷം ഇത് CBIക്ക് വിട്ടുകൊടുത്തു. CBI ഇപ്പം 5 പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കസ്റ്റഡി മരണമാണ്. 302 തീർച്ചയായിട്ടും അട്രാക്ട് ചെയ്യും. ഇവർക്ക് തീർച്ചയായിട്ടും ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് കാര്യങ്ങൾ പോകും. കേരളത്തിലെ കസ്റ്റഡി മരണത്തിന് 2 പേര് ക്യാപിറ്റൽ പണിഷ്മെന്റിൽ ഇപ്പം ജയിലിൽ കിടപ്പുണ്ട്. കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ധാരാളം കസ്റ്റഡി മരണങ്ങൾ പരാതിയിൽ അവസാനിക്കുന്നുണ്ട്. അതിന് ഇത് കൃത്യമായ കോടതിയുടെ നിർദ്ദേശവും ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഒക്കെ വന്നു കഴിഞ്ഞു. പൊളിറ്റിക്കലായിട്ട് വലിയ പ്രശ്നം തമിഴ്നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും 5 പേരെ മർഡർ കേസിലേക്ക് 302 ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടുത്തെ SHOയെ ചിലപ്പം ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. കാരണം എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. ശിവഗംഗയിലെ SP IPSകാരനാണ്. അങ്ങേരുടെ അനുവാദത്തോടുകൂടിയാണ് ഈ സ്പെഷ്യൽ ടീമിനെ വിട്ടുകൊടുത്ത് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചത്. അതുകൊണ്ട് സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കിനെ പറ്റിയും ഉടൻ തന്നെ അന്വേഷണം ഉണ്ടാവും. CBI ആണ് അന്വേഷിക്കുന്നത്. SPയും DYSPയും അവിടുത്തെ SHOയും ഇതിനകത്ത് തുല്യ പങ്കാളികളാണ് കുറ്റത്തിൽ. കാരണം അവരുടെ അറിവോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും നീങ്ങിയത്. പോലീസ് സ്റ്റേഷനിൽ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്തതല്ല. അവിടുത്തെ SHO ഇതിനകത്ത് കേസ് തെളിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ വേണം, DYSPയുടെ കീഴിലുള്ള വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യത്തിൻ്റെ പുറത്ത് അവിടുത്തെ SPയുടെ അറിവോടുകൂടി തന്നെയാണ് DYSP സ്പെഷ്യൽ ടീമിനെ വിട്ടുകൊടുത്തത്. ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാകുന്നത്, നമ്മൾ ഈ ഒരു സംഭവം കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ ഇതുപോലെ കസ്റ്റഡി ഡെത്തുകൾ നടക്കുന്നുണ്ട്. ഇപ്പം അതിശക്തമായ നടപടിയിലേക്ക് മദ്രാസ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. ഇനി ആ സീനിയർ ഓഫീസേഴ്സിനെ പലരെ അറസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്.